ഹലോ, നമസ്കാരം. അപ്പോൾ 25 ദിവസങ്ങൾക്ക് ശേഷം ജപ്പാനിലെ പുതിയ വാങ്കയുടെ പ്രവചനം സത്യമായോ? ജപ്പാനും റഷ്യയിലും പരിഭ്രാന്തത്തിലാണ്. അതുപോലെ തന്നെ പ്രവചനം സത്യമായ ആ ഒരു ഞെട്ടലിലാണ് ലോകവും. ജപ്പാനിലെ കാംചത്ക ഉപദ്വീപിലാണ് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് സുനാമിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമായി ജപ്പാൻ ഗവൺമെൻറ് രംഗത്ത്. ഈ മാസം ജൂലൈ 5-ാം തീയതി, അതായത് ജൂലൈ 5-ാം തീയതിയാണ് പുതിയ ബാബ വാങ്കയായ റിയോ തൽസുഗി ജപ്പാനിൽ ഒരു സുനാമി ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്. അന്ന് എല്ലാവരും അതിനെ സീരിയസ് ആയിട്ട് എടുത്തു. പക്ഷേ സുനാമി ഒന്നും സംഭവിച്ചില്ല. അതിന് കാരണം എന്തെന്നാണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് കോവിഡിൻ്റെ രംഗപ്രവേശം, അതുപോലെ തന്നെ ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയെല്ലാം ഈ ബാബ വാങ്കയെ പ്രവചിച്ചിരുന്നു. അപ്പം ഇത് സത്യമായേക്കുമെന്ന ഭയത്തിലാണ് സുനാമിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രവചനം തെറ്റിപ്പോയി. സുനാമി വന്നില്ല. അത് ജപ്പാനും റഷ്യയ്ക്കും ഉണ്ടായ നഷ്ടം വളരെ വലുതായിരുന്നു. അതിനുശേഷം റിയോ തൽസുഗിയെ ജനങ്ങൾ അപ്പാടെ മറന്നുപോയിരുന്നു. ഇന്നിതാ പുതിയ ഭൂകമ്പം വരുമ്പോൾ ആ മുന്നറിയിപ്പ്, റിയോ തൽസുഗിയുടെ ആ മുന്നറിയിപ്പാണ് ജനങ്ങളെല്ലാം ഓർക്കുന്നത്. 25 ദിവസം വേണ്ടി വന്നോ ആ പ്രവചനം സത്യമാകാൻ എന്നായിരുന്നു ജനങ്ങളുടെ ആലോചന. അതോ ഈ ഭൂകമ്പത്തിൽ നിന്ന് നിൽക്കുമോ, അതോ ഈ വെള്ളപ്പൊക്കമോ സുനാമിയോ കണ്ടിന്യൂസ് ആയിട്ട് പോകുമോ എന്നാണ് ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെയും ആശങ്ക. അപ്പോൾ ജപ്പാൻ റഷ്യയും ഈ കടലാക്രമണത്തിൽ അല്ലെങ്കിൽ ഭൂകമ്പത്തിൻ്റെ ഭയത്തിൽ ഉൾപ്പെടുന്ന ഈ സമയത്ത് നമുക്ക് ജപ്പാനും അതുപോലെ തന്നെ റഷ്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. Thank you.